എടാ കണ്ണട പൊട്ടടാ. എന്നെ കാണിച്ചെടുക്കണ്ടേ. ഹായ് ഹലോ എല്ലാവർക്കും ഈദ് മുബാറക്. മറ്റേ അങ്ങോട്ട് പോയാലോ? അപ്പൊ ഗൈസ് എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ. ഇവിടെ വേറെ ഉണ്ട്. ഇവിടെ ഇട്ടോ ക്യാമറമാൻ ചെക്കന്മാരത് പോവാ അല്ലേ? ഇല്ല അത് കാണാം, എല്ലാരും കാണാൻ പറ്റുന്നാലും. അല്ല ബ്ലാക്ക് ടോപ്പ് അത് സ്ക്രീൻ ഓഫ് ആവണതാ. അത് അങ്ങനെ വെച്ചാൽ മതി. അധികം ദൂരത്ത് പോകണ്ടട്ടാ, അത്യാവശ്യം വൈഡ് കണ്ട് കിട്ടൂല. മതി. അപ്പൊ എന്താ പാടെ എല്ലാവരും പള്ളിയിലൊക്കെ പോയിട്ട് നിസ്കരിച്ച് വീട്ടിലേക്ക് ചായ കുടിച്ചിരിക്കാന്ന് വിചാരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള രീതിക്ക് ഇറങ്ങിയതാണ്. ചെക്കന്മാരൊക്കെ അപ്പുറം നിൽക്കുന്നുണ്ട്. ഞങ്ങൾ പോയിട്ട് ഫോട്ടോ എടുക്കാനുള്ള രീതിക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുത്തില്ല. ഞങ്ങൾ എടുത്തില്ല, ഞങ്ങൾ എടുക്കാനുള്ള രീതിക്ക് പക്ഷെ എടുത്തില്ല. വേറെ വീഡിയോ കൂടി സെറ്റ് ആക്കണ്ടേ, പക്ഷെ അത് നടക്കും തോന്നുന്നില്ല. ഹലോ അതെ ചുള്ളി സാറ് വരുന്ന വൈക്ക് ചുള്ളിപ്പത്തും പള്ളിന്ന് ഇറങ്ങുമ്പോ ഇറങ്ങാൻ വിളിക്കാരനാണ്. ഞാൻ വിളിക്കാനും മറന്ന് ഇറങ്ങിയില്ല. അല്ലടാ അങ്ങനെ വണ്ടിട്ട് പോണാണ്ട് വണ്ടിട്ട് പോണ ജന്ത്ര അതിന്റെ ഉള്ളില് അനാശാസ്യം ആൾക്കാര്. ആശുമ ആടിനേറ്റൊക്കെ വരാന്ന് പറഞ്ഞിട്ട് പോയതാണ്. ആടായിട്ടൊന്നും വരില്ല. ആശുപത്രി നടന്നാ വരും. ആശുമ ആടിനെടുത്തോ എവിടെ അതും കാണില്ല. എങ്ങായി അവിടെ സൂം ചെയ്യണ്ട, സൂം കാണൂലേ? സുന്ദരനും സുമുഖനും ശൈലി വരണ തിരിഞ്ഞ് ക്യാമറ ഫേസ് കാണിക്കടാ. നമുക്ക് അങ്ങോട്ട് പോവാം, ഫോട്ടോ എടുക്കാൻ പോവാം. അങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ പോവാം. ലെറ്റ്സ് ഗോ. വണ്ടി ഇപ്പൊ കിട്ടിയത് 4K കിട്ടിയത്. വീഡിയോ എടുക്കട്ടോ ആയപ്പോ ഇടിച്ചത് നമ്മളില്ലാതെ എന്തേലൊക്കെ പറഞ്ഞോളൂ. ടിവിയിൽ വരുമായിരിക്കൂലേ? ടിവിയിലും ഇല്ല. റൈഫോ ഇത് ടിവിയിൽ വരുമോ? ഇത് സൽമാനോടാ തിരിച്ചു പിടിക്കണ്ട. അത് ഓണാണ്, ഓഫാക്കിയിട്ടില്ല. ഓണാണ്. ഇതിങ്ങനെ വരും. തിരിക്കണം നമുക്ക്. വീഡിയോ ആണ് തിരിച്ചത്. സൽമാൻ കുഞ്ഞാപ്പി ഇവിടെ നമ്മളെ സീറുട്ടി വ്ളോഗിനെ പരാമർശിക്കുന്നു. അത് ഓഫായി. അതൊക്കെ വ്ളോഗിനെന്താ പറഞ്ഞേ? വ്ളോഗ് നമ്മള് വ്ളോഗേഴ്സ് സെൽമുട്ടി എന്താ പറഞ്ഞു സിറു എന്തോ വ്ളോഗിനെ കുറിച്ച് എന്താ പറഞ്ഞു? എന്താ ചോദിച്ചത്? എന്താണ് സെൽമുട്ടിനെ കുറിച്ച് എന്താ പറയുക? വ്ളോഗ് നിരോധിക്കണം പറഞ്ഞു നിങ്ങളെ. സിറു എന്തൊക്കെ പറഞ്ഞോ? വ്ളോഗ് നിരോധിക്കണം വ്ളോഗിനെ അഭിപ്രായം ഉണ്ടോ? പറയണം. ലൈവാണിത്. ടിവിയിൽ വരും. നമ്മള് ഷാഫി കൊല്ലം താടി കൊടുത്ത് തിരിച്ചോ. എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞതാ എടുത്തുകൊണ്ടോ നമുക്ക് കിട്ടും. കാര്യമായിട്ടൊന്നുമില്ല. അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുത്താ മുടി. ബാർബർ
എന്റെ ചെക്കനെ ഏത് ബാർബറ ചോനെ അവന്റെ കത്തിരിന്റെ മൂശം പറയണേ ചോക്കി ചോക്കിക്കുന്നില്ലല്ലേ ഇല്ല കുറച്ചുള്ളൂ അടിച്ചാണെന്ന് വിചാരിച്ചു ഞാൻ തൊപ്പൊന്ന് വെക്ക് വെച്ചു എന്നോടണ്ടേ ഇനി അടുത്ത പെരുന്നാൾക്ക് നോക്കാണ് അങ്ങനല്ല ആരോടൊക്കെ ഞാനേ പള്ളി കണ്ട് കയറി വന്നിട്ടാ കയറി വിടണ്ടേ ചിരിക്കൂലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്നെ ബാർബർ പ്ലക്കിയാടാ എന്നിട്ട് ഇങ്ങനെ പൊക്കി തരും ചട്ടി കമത്തി അയ്യോ കുഞ്ഞാ ഈ വട്ടം എങ്ങനെയുണ്ട് ഇതിഷ്ടായോ അപ്പൊ ഇതിഷ്ടാവും ഇതിഷ്ടായോ അപ്പൊ എല്ലാരും ഇഷ്ടം ഒരു ബർക്കത്തുണ്ട് കാണാൻ അന്നെ ഇപ്പൊ കാണാൻ കുറച്ച് രസം കേട്ടോ ഞാൻ കഴിഞ്ഞ ചെറിയ പെരുന്നാളിന് ആകെ ബൊക്കെ ചെയ്യുന്നത് എന്തി കാട്ടിയത് എന്തി ഊമ്പഴ് വന്നിട്ട് രാവിലെ തന്നെ തീരെ തലച്ചോറില്ലെങ്കിൽ അയ്യല്ലേ അതിനാവശ്യം പുഷ്പനായിട്ട് പുഷ്പ എന്ന ഫ്ലവറല്ല ഫയർ പൂവല്ലേ നമുക്ക് മോട്ടർ ഇവരെല്ലാവരും മോട്ടർ അടുത്ത് ടി വിയിൽ വരും ഇത് ജാബ്ര ജാബ്ര ഇത് ടി വിയിൽ വലിയ ഫോൺ പിന്നെ വരും HD ദൃശ്യം ഞാൻ മറ്റേ സാധനമാക്കി തന്നാലോ നിങ്ങൾ എന്തിനാ അയിലെടുത്ത് നോക്കട്ടെ നോക്കട്ടെ അല്ലേ കാണാനില്ല ഏയ് കാണാനില്ല കാണാനില്ല കാണണ്ട ഇപ്പൊ വിളിച്ചിരുന്നടാ ബോസ് 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 എടാ ബെന്നെ ഇപ്പൊ വിളിക്കുന്നുണ്ട് അതും കൂടെ എടുത്തോ ജലീല് വിളിച്ചിരുന്നു ബെന്നെ വിളിക്കണ്ട് ചാടി കളിക്കണ്ട എനിക്ക് എത്ര വയസ്സായി എന്റെ ഇപ്പൊ ഇപ്പോഴും തന്നെ വിളി തുടങ്ങിയോ നമ്മളെത്ര വയസ്സായാലും ഇപ്പൊ നമ്മള് ചെറിയ ചെറിയ കുട്ടിയാണ് എത്ര വയസ്സായാലും അങ്ങനെ തന്നെടാ അങ്ങനെ തന്നെ എന്നാലും ഇങ്ങനെ ഒരു വിളി ഉണ്ടോ എത്ര വയസ്സായാലും നമ്മക്ക് ഇപ്പാകും ആരല്ലടാ അങ്ങനെ തന്നെ കുഞ്ഞാ ചെന്ത് സാർ ഇജ്ജൊരു കെട്ടി കുട്ടികളാവും എന്റെ ഞാൻ കാരണം ഞാൻ 4 ആൾക്കാർ കൂട്ടിട്ടൊക്കെ ഒരു ആളാണ്ട് ഓടിക്കണം വേണ്ട വേണ്ട കാണാന് ഇങ്ങനെ കഴിഞ്ഞ ചെറിയ പെരുന്നാളാക്കിയ രസം ചോർക്കായി നിന്റെ പക്ഷെ അവിടെ നിന്ന് കണ്ട വിളിച്ച ഞാൻ വെയിലത്ത് കണ്ട ഇയറാ എനിക്ക് തോന്നുന്നു അധികം മാറ്റുമ്പോ വെളിച്ചം വരും HDR ഇട്ട് കഴിഞ്ഞാൽ വെളിച്ചം വരും ക്യാമറമാൻ ഒന്നും സീനല്ല ഇതാണ് നമ്മളെ കാണാനില്ല ഇതാണ് നമ്മളെ ക്യാമറമാൻ ജിം ബ്ലോഗ് എടുത്ത ക്യാമറമാൻ എവിടുന്ന് കൂട്ടിട്ടാ പറയില്ല എടാ പറഞ്ഞോടൊക്കെ ഞാൻ ആരും അങ്ങോട്ട് പോകണ്ടേ നല്ലപോലെ ആക്കിക്ക പണ്ടാറുടെ കാര്യം ജി തൊപ്പിട്ടിട്ടാണ് മുടി ഇങ്ങനെ ഒട്ടി കിടക്കണേ ബാർബർ നമുക്ക് ഒരു പച്ചല എവിടുന്ന ബ്രദേഴ്സിന്റെ മോളിതാ ടേപ്പർ ഫേഡ് ഇട്ടാണല്ലേ ടേപ്പർ ഇങ്ങനെ ക്രോപ്പ് ചെയ്യാൻ അത്ര മൂപ്പർ ഇവിടുന്നാണ് ക്രോപ്പ് ചെയ്ത് അതില് ചുള്ളി വിടാ ചുള്ളി വന്നാ ഒന്ന് കൊടുത്തിട്ട് എന്ത് വെയിലാ രാവിലെ അല്ല കിട്ടില്ല മഴയുന്നു രാവിലെ ഞാൻ മഴ നനഞ്ഞിട്ട് സൽമാനോട് പോയി മുണ്ട് കൊടുത്തിട്ടാ മഴക്ക് ഫുള്ള് ഞാൻ വിചാരിച്ചു മഴ ഉണ്ടാവും പിന്നെ മഴ ഉണ്ടായില്ല ഫുള്ള് വെയിലായി മക്കളെ എത്തി വള്ളിയല്ലോ ഇത് ചുള്ളി എന്ത് കുഞ്ഞെന്ത് ഇൻട്രോണ്ടാ അത് ചുള്ളി ഇതാണ് ഇന്നലെ കാണിച്ചത് ഇതാണ് ഇന്നലെ കാണിച്ചത് ഇതെങ്ങനെയുണ്ട് എന്ത് ഇജ്ജ പറഞ്ഞ അടിപൊളി സാധനമാണ് അനക്ക് അടിക്ക് കയറ്റ് വന്ന് ക്യാമറ പോരട്ടാ അല്ല ക്യാമറമാനാണ് ജിം ബ്ലോഗ് എടുത്തത് ആംഗിൾ അടിപൊളിയാണ് നല്ല വെയില് പറയണ്ട വാസ്തവ കളി പറയുന്നത് നമുക്കിത് എന്താണ് ഫസ്റ്റ് നമ്മളുണ്ടാണ് ഞാൻ വരുമ്പോ നമ്മളെ ലെഗസി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാം ഫസ്റ്റ് ഞാൻ സെക്കൻഡ് ഞാൻ
സെക്കൻഡ് ഞാൻ അല്ലല്ല ഏത് വകയില് 10 കളിയിൽ 7 കളിയാണ് 7 കളി 5 കളി 5 കളി ബാക്കി കമന്റ് ബോക്സ് പറയട്ടെ. ബാക്കി കാണാത്ത ഒരു ഇൻസ്റ്റയിൽ പോയി കണ്ടോ. ഇൻസ്റ്റയിൽ ഒരു സാധനം ഉണ്ട്, ഒരു റാഹേൽ വെക്കേഷൻ. അത് എന്റെ എന്തെങ്കിലും അതിനല്ലേ അങ്ങനെ അയൽവക്കേഷൻ ഞാൻ കളഞ്ഞടാ റീച്ച് അതിപ്പോ കാണുന്നത് പന്നി ഒപ്പിയെടുക്കണ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുമല്ലോ. എന്റെ ഫോൺ അവിടെ നമുക്ക് ഇവിടെ സംസാരിക്കണ സംസാരിക്കണില്ല. നമ്മള് പിന്നെ സംസാരിക്കണത് എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലൈമറ്റ് എന്താ? ആഹ്ലാദിപ്പിന് സന്തോഷിപ്പിന്. ഇന്നലെ നല്ല മഴ പെയ്തായിരുന്നു, ഇന്ന് നല്ല വെയില്. ഇതില് ഫുള്ള് പൂള ഫോട്ടാണ്. എനിക്ക് അതാ വേണ്ടേ. അതിന് ഇടയ്ക്കിരുന്ന് ഡിപ്രഷൻ അടിക്കാൻ വേണ്ടി കാണാം. എന്ത് പുള്ളിന്റെ പുതിയ ഫോൺ ഐഫോണാ പറഞ്ഞില്ലേ ഐഫോണാ ഇൻഹാൻ ഫീൽ നല്ല സുഖമുണ്ട്. നല്ല രസമുണ്ട്. പിടിക്കാൻ ഒരു സുഖമുണ്ട്. മെയിനായിട്ട് അടുത്ത് ഐഫോൺ ഇത്ര ചെറുതായിരുന്നില്ല. പിടിച്ചാൽ മാത്രം മതിയാ, പിന്നെ ഉപയോഗിക്കണ്ടേ. പക്ഷെ S26 ഇതിനായിട്ട് സുഖമുണ്ട്. അത് കറക്റ്റ് കിട്ടണ്ട. S26 എന്റെ ചിങ്ങണ്ടൊക്കെ പോയിന്ന് വ്ളോഗ് അങ്ങനെയൊക്കെ തന്നെ. വ്ളോഗും മുഖം കിട്ടാണ്ട് എടുത്തു കഴിഞ്ഞാൽ എന്റെ പേരൊക്കെ അയച്ചതൊക്കെയാണിത്. എന്റെ അടുത്തൊരു ആടിനെ ഞാൻ കട്ടുണ്ടോ പെരുന്നാളിനെ കുറിച്ച് എന്താ പറയാ? പെരുന്നാള് അജ്ജ് പെരുന്നാള് നല്ലൊരു പെരുന്നാളാണ്. അല്ല നിസ്കരിച്ച് പെരുന്നാൾ വിളിച്ച് വരാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എത്ര പോത്തിനെ ഇറങ്ങാൻ കൊടുത്ത്? പെരുന്നാൾ വിളിച്ച് വരാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മള് പോത്തിനൊന്നും കൊടുത്തില്ല. പെരുന്നാൾ വരാണെങ്കിൽ നമുക്ക് സത്യം പറയാലോ, ചെറിയ പെരുന്നാളിന് ഏറ്റവും നല്ല രസമുണ്ടായിരുന്നു. ഈ പെരുന്നാൾ വലിയ സുഖമില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ ഇസ്ലാം പ്രകാരം വലിയൊരു അജ്ജ് പെരുന്നാളാണ് കൂടുതൽ ആഘോഷിക്കുന്നത്. ചെറിയ പെരുന്നാൾ നല്ല വൈബായിരുന്നു. പക്ഷെ വലിയ പെരുന്നാൾ വൈബാണ്. പക്ഷെ ചെറിയ പെരുന്നാളാണ് ഒന്നുകൂടി വൈബ് ഉള്ളത്. ആള് കൂടുതലേ ചെറിയ പെരുന്നാക്ക് ഇപ്പൊ ആള് കുറവാണ്. ആൾക്കാരൊക്കെ കൊടുക്കാൻ പോയി. ആൾക്കാർ അത് പോയിക്കോട്ടാ. എന്തിനാണ് പോയിക്കോട്ടെ, റോട്ടും കൂടെ ആൾക്കാർ നോക്കണ്ടേ. അത് ചാടിച്ചാ ജ്യൂസ് അടിച്ച് കുടിച്ചാ കുടിച്ചിട്ടാണ് വന്നെന്നാ പള്ളിക്കൊക്കെ വന്നു. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല അജ്ജ് പെരുന്നാക്ക്. എന്നിട്ട് അങ്ങനെയല്ല വന്ന്. ഞങ്ങൾ പാമ്പിനും ചായം കുടിച്ചിട്ടുള്ളൂ. അത് ശരി. എന്താ അതിന്റെ അജ്ജ് പെരുന്നാളായിട്ട് ഇങ്ങനത്തെ തെറി ഉപയോഗിക്കാൻ പാടില്ല പറഞ്ഞിരിക്കണം. ക്യാമറ ഞാൻ തെറി നിർത്തിക്കണേ. എന്താ ഞാൻ വിളിക്കൂല. അജ്ജ് കൊറേ നേരം വെക്കണ്ട. നീ ഇപ്പഴല്ല, അത് ക്യാമറ ഓഫ് ദി ക്യാമറ തെറി ഞാൻ വിളിക്കൂലടാ. ക്യാമറ കൂടുതൽ തെളിയിക്കാത്ത ഒരാള് ഞാനാണ്. അല്ലേ കണ്ണാടി കൊണ്ട് ഇതാരാണടെ? ഷെയിലിന്റെ അപ്പൊ എന്റെ ആണടെ ഇതിന്റെ ഷെയിലിന്റെ പോവാ നോക്കി ഫോൺ മുതലാട്ടോ രസമുണ്ട്. അതിനുള്ളിൽ സ്റ്റിക്കറിനല്ല എന്താ? ഞാൻ വെറുതെ എന്തെങ്കിലുമൊക്കെ എന്തിനാണ് ഇജ്ജ് എന്താണ് ക്യാമറ ആസനത്തിൽ കൊണ്ട് വെച്ചിക്കണ്? അന്നോട് ഞാൻ പറഞ്ഞേ നോക്കി എടാ ഇതിലേക്ക് കിട്ടണില്ലേ പറയും. സോറി മിക്ക സ്ഥലം മാറി. ഇത് കണ്ടില്ലേ? ഞാൻ എടുത്താ വീഡിയോസ് ഒക്കെ അല്ല ഫോട്ടോസ് നമുക്ക് എടുക്കണ്ടേ? നമുക്ക് എടുക്കാം. വലിഞ്ഞാലോ ഇവിടുന്ന് വലിഞ്ഞാലോ നൈസായിട്ട് പോവാ. അർജന്റീന വലിഞ്ഞാലോ കൂട്ടായ്മ ആഡ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലക്സ് വെക്കാം. സ്റ്റാർ കിട്ടൂല. വലിയൊരു ഫ്ലെക്സ് വരും. മോനെ കപ്പ ഞങ്ങൾക്കുള്ള
എടാ സൽമാൻക്ക് നിങ്ങക്ക് മാസം ഇട്ട് നോക്കിയാ മതിട്ടാ. ഇത്തവണ പോർച്ചുഗൽ കപ്പടിക്കല്ലേ പറയും. കപ്പടിക്കും. ഉറപ്പാ ഇല്ലെങ്കിലോ? ഇല്ലേ ഞാൻ മൊട്ടടി ആ. ഉറപ്പല്ലേ ഉറപ്പല്ലേ ഞാൻ മൊട്ടടിക്കും. ഞാൻ ഒരു കൊല്ലം മുട്ടടിച്ചതാണ്. രണ്ട് മുട്ടകൾ. പോർച്ചുഗൽ കപ്പ് അടിക്കുകയും ചെയ്യും. പോർച്ചുഗൽ കപ്പ് അടിക്കുകയും ചെയ്യും. നമ്മളാ കപ്പ് വെച്ച് നടക്കുകയും ചെയ്യും. അല്ലേ? എന്താ പറയണേ? നമ്മക്കൊന്നും പറയാല്ലേ കപ്പടിച്ച് വന്നവരല്ലേ. കുഞ്ഞാ, പോർച്ചുഗൽ കപ്പ് അടിച്ചാല് ഇന്റെ വക മന്തി. അപ്പൊ ഒരു മന്തി ഇല്ല, ഈ അങ്ങനെ നാട്ടിൽ പ്രതീക്ഷിക്കണില്ല മന്തി അല്ലേ. നമ്മളൊക്കെ പറയണേ എന്തെങ്കിലുമൊക്കെ ഉണ്ട് നിക്കാം. മന്തികള് കൊടുക്കേണ്ടി വരില്ല, പേടിക്കണ്ട. മൊട്ടടിക്കും. അത് ഞാൻ മുട്ട അടിക്കേണ്ടി വരില്ല, പേടിക്കണ്ട. അതെന്തേ? കപ്പടിക്കൂല. കപ്പടിക്കും. കപ്പടിക്കും. കപ്പടിച്ചില്ല പിന്നെ ഇതിന് മൊട്ടടിക്കും. ഓ അങ്ങനെ കപ്പടിച്ചെന്തിനാണ് മുട്ടടിക്കണേ? കപ്പടിച്ചെന്തിനാണ് മുട്ടടിക്കണേ? ഒരു ലോജിക്കൽ. നമ്മ മുട്ടടിച്ചല്ലോ ആവശ്യമേ. മുട്ട അടിക്കണ്ടത് ഇതുപോലെ വെട്ടിയാ മതി. പാവാടാ. പക്ഷെ രസം എന്താ ഇങ്ങനെ സൈഡിൽ നിന്ന് നോക്കുമ്പോ? ഇട്. സംഭവം ഇൻഹാൻഡ് നൈസ് ആട്ടത്, നല്ല രസമുണ്ട്. ഇത് 100 നോക്കട്ടെ വിത്ത് യുവർ പെർമിഷൻ. ഇജ്ജൊന്ന് പോയി കളിച്ചൊക്കെ ഇജ്ജ് വല്ല വീക്കേറിന് പണിയെടുക്കുന്ന ആളാച്ചിട്ട് പോലീസ് ഇജ്ജ് ഇവിടെ വന്നപ്പോ കേറിക്കണല്ലോ ഈ മൂലൊക്കെ. ഓ ആ ഫോട്ടോ എടുക്കുമ്പോ കേറുന്നാണ് ആ മൂലൊക്കെ. ആ ഒരു സ്ഥലം അങ്ങനെ വെക്കുവാണ്, പിന്നെ അവിടുന്ന് മാറൂല. പിന്നെ അവിടെ ഇളകൂലേ. സംഭവം നല്ല സുഖം കേട്ടോ. ഇത് നല്ല പ്ലേറ്റിമ കൂടെ ചേർന്നതല്ലേ ക്യാമറ. ഒന്ന് പൊന്തലോ ഇതൊന്നും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സ്ക്രാച്ച് സാധ്യത കൂടുതലാണ്. ഫിംഗറില്ല എവിടെ അടുക്കുന്ന നോക്കിക്ക. സംഭവം സീനല്ലേ. എടാ ഐഫോണിന്റെ കട്ട കണ്ട അവിടെ 16 കോപ്പി അടിച്ചത് ഇത് പക്ക 16 അനുവദിക്കില്ല ഞാൻ. ആരാ ആരുണ്ടാ എന്ത് പാട്ട് പാടാൻ പറ്റില്ല. പാട്ട് പാടിയപ്പോത്തിന് അവന്റെ ഞാൻ പറയുന്ന പേര് വെളിപ്പെടുത്തണം. അപ്പൊ ഉണ്ട്. അപ്പൊ വ്ളോഗേഴ്സ് അല്ല ഇപ്പൊ ഞാന് വ്ളോഗില് സംസാരങ്ങൾ കുറച്ച് കുറക്കാൻ. ഇങ്ങോട്ട് നിക്ക്. ക്യാമറ സൈഡിൽ കൂടെ ഇല്ല. ക്യാമറ ഇതെന്താണ് കറക്കണ്. ഞങ്ങളൊരു കപ്പിൾസ് എന്താ വെഡിങ് ഷൂട്ട് എടുക്കും. എന്താ വരാന്ന് ക്യാമറയില് ഞാൻ തീരെ ഇനി സംസാരം കുറച്ച് കുറക്കണം ഞാൻ. എന്തേ? ഓ അല്ലെങ്കിൽ പിന്നെ വളവളാന്ന് സംസാരിച്ചിട്ടാ ചെയ്യും. നല്ല സംസാരിക്കുന്ന ആളുടെ ഇപ്പനാണ്. അത് കഴിഞ്ഞോട്ടെ എന്തായാലും തീർക്കാണ്. ചുള്ളിയ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി ഫോൺ എടുത്തതിന്റെ ശേഷം ഒന്നും പറയാനില്ല. ചായക്കട പോവാ. ചായ കുടിക്കാൻ വന്ന ഉറുമ്പിന്റെ ഫോട്ടോ എടുക്കുക. അവിടെ ചെടിന്റെ ഫോട്ടോ എടുക്കുക. മൂലിത്തെ മാങ്ങ മൂച്ച് വന്ന വെറൈറ്റി പാടത്ത് കറങ്ങൂല. അപ്പൊ അങ്ങനെ ഇറങ്ങണത് അടക്കം അങ്ങനെ അടിച്ചാ പോരെ. എന്ത് മൊട്ടടിക്കണേ? ബ്ലേഡ് വേണം. ഏറ്റവും വലിയ ഫ്ലക്സ് പോർച്ചുഗൽ വെക്കും ഇവിടെ. പോർച്ചുഗൽ കപ്പ് അടിക്കുകയും ചെയ്യും. ഞങ്ങൾ പോർച്ചുഗൽ കപ്പ് അടിക്കും. അല്ല പോർച്ചുഗൽ കപ്പടിച്ചാല് എന്താ ചെയ്യാ? പോർച്ചുഗൽ കപ്പ് അടിച്ച് ഞാൻ മുട്ടടിക്കണം. അല്ല ഇജ്ജ് ഇപ്പൊ നേരത്തെ പറഞ്ഞ എന്താ? പോർച്ചുഗൽ കപ്പ് അടിച്ചില്ലെങ്കിൽ അടിച്ചില്ലെങ്കിലാണ് കൊപ്പടിച്ചാലല്ല കപ്പടിച്ചില്ലെങ്കിൽ എന്ത് പുഗ്ഗാണ് ചാമ്പൽ. എടാ അങ്ങനല്ല പോർച്ചുഗൽ എപ്പോ പുറത്താവണം അപ്പൊ ബ്ലേഡ് കൊണ്ട് വെക്കുക. ഉറപ്പാണ് മൊട്ടടിക്കണത്. ഇല്ലെങ്കിൽ നമ്മൾ പോർച്ചുഗൽ പുറത്താവുമ്പോ ബ്ലേഡ് കൊണ്ട് വെക്കാം. ഒന്ന് ജസീമോ രണ്ടാളുണ്ട് ആണ് കാണിക്കേ. അല്ല കപ്പടിക്കോ? കപ്പടിക്കൂല പക്ഷെ നിങ്ങള് കപ്പടിക്കൂല.
മുട്ട ഒന്നും അടിക്കൂല കഴിഞ്ഞാലും തന്നെ മുട്ട അടിച്ചിട്ട് ഇങ്ങനെ നടന്നു മുട്ട ഒഴുകിട്ട് ഇങ്ങനെ നടക്കാൻ വയ്യ അല്ല ഇവരല്ല പറഞ്ഞിട്ടുണ്ട് അടിക്കും പറഞ്ഞു ഞാൻ ഒറ്റക്ക് അടിക്കൂല അടിക്കാണ് ഇതിന്റെ പെണ്ണോ ഞാൻ എങ്ങനെ മുറിഞ്ഞാലും ഞാൻ ഒറ്റക്ക് ഞങ്ങൾ തൂക്കോ പോർച്ചുഗൽ തൂക്കോ ക്രിസ്ത്യാനോ തൂക്കി റീൽ എടുക്കാനല്ലേ ടീം ബ്രസീൽ കപ്പടിക്കും ഇല്ല പോർച്ചുഗൽ അവിടെ അങ്ങനെ ഗ്രൗണ്ടിൽ ഇങ്ങനെ നെഞ്ഞു വെച്ചൊരു എന്ത് കളി കുഞ്ഞ ബ്രസീലേന്ന് കുഞ്ഞ ബ്രസീലാണ് അതല്ലേ പച്ചടിക്കാത്ത മഞ്ഞ മാത്രം ഇട്ട് നടക്കണം ടീം ബ്രസീൽ കപ്പടിക്കുന്ന ടീം ബ്രസീൽ ബ്രസീലിൽ ആരാള് പുള്ളര് കൊറേ പുള്ളര് നെയ്മറും മാർക്കിനസും മാത്രം കൊറേ പുള്ളരായിട്ട് കളിക്കാറുണ്ട് അത് പറയും നെയ്മർ 2 റൗണ്ടില് പുറത്താവും പരിക്കട്ടി പുറത്താവും 2ാമത്തെ റൗണ്ടിൽ പരിക്കട്ടി പുറത്താവും നെയ്മറിന് തല തീരെ മതിഞ്ഞ് വ്ളോഗിൽ വന്നിങ്ങനെ എനിക്ക് എന്തായാലും ഇടുന്നത് തല പൊന്തിക്കൂലല്ലോ വ്ളോഗില് വേണമെങ്കിൽ അല്ല അത് സീലാടാ ഓൻ പിന്നെ നോക്കും സീലാണ് ഇങ്ങനെ അങ്ങനെ തന്നെ സിതാൽ എങ്ങനെ ആക്കണേ മറ്റെടുക്കാൻ മൊട്ടടിക്കാൻ മുട്ട അടിപ്പിക്കല്ലട്ടാ ഇക്കഴിഞ്ഞ് മുട്ട അതിന് ഞാനാ കളിക്കണേ വലിയ പ്രൊഡിക്ഷൻ അല്ലേ മൊട്ട അടിപ്പിക്കല്ലേ എന്റെ ഓന്റെ വിചാരം എന്താ ഞാൻ ഇറങ്ങി കളിക്കാൻ പിന്നെ ഇറങ്ങി കളിച്ച ഭയങ്കര ഞാൻ പറയാൻ ഓനെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇറക്കാതെ എന്തെങ്കിലും ഗ്രൗണ്ടിൽ ഇറങ്ങി ബോൾ തൊട്ടിട്ടില്ലടാ ചെക്കൻ നോക്കാം എന്ത് കളിയടാ കാണിച്ചു ഞാൻ പന്ത് തൊട്ടിട്ടില്ലടാ എങ്ങനെ അങ്ങനെ പുറത്ത് ഇങ്ങനെ നിൽക്കുക മോനെ ഒന്ന് പറഞ്ഞു മനസ്സിലായ മുഖം കാണിയുന്ന പുറത്ത് മറ്റേ ലഹരിന്റെ ഇതിന്റെ കളിയുന്നു ഫുള്ള് പുറത്തെ ആൾക്കാര് ചെക്കനെ മോള് അല്ല അങ്ങനെ ഇറങ്ങിട്ടാ ഞാൻ ഗ്രൗണ്ടിൽ ചുള്ളി ഇറങ്ങി 12 തട്ടി മിതോ കേറി മതി കേറി എന്താ ചെയ്യാ ചുള്ളിയാ അതാ കാലിപ്പോ ക്യാമറമാന്റെ കാല് പോയി അത് നമുക്ക് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിച്ചാലോ കൂടുതൽ ലെങ്ത് അത്യാവശ്യം ലെങ്ത് ആയില്ലേ ഇപ്പൊ പോവോ അപ്പൊ വ്ളോഗ് അവസാനിപ്പിച്ചാ അടുത്ത വ്ളോഗ് കാണാം കഴിഞ്ഞ 30 സെക്കൻഡ് 3 സെക്കൻഡാ 3 സെക്കൻഡാ കാണിക്കുന്നേ ഓവറീറ്റാ മൈൻഡ് അപ്പ് ചെയ്യാലേ ചുള്ളിയാ നിർത്താ വ്ളോഗ് എടുത്താ സൈനിങ് ഓഫ് അടുത്തൊരു കിടിലം വ്ളോഗ് കാണാം ബൈ.